കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ കൊട്ടൂർ വയലിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡ് കോൺഗ്രസിനുള്ളിലും UDF രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശൻ അഭിവാദ്യങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് കൊട്ടൂർ വയൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലിന് മുൻപേ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഈ നീക്കം മുന്നണിക്കുള്ളിലെ പുകയുന്ന അധികാര തർക്കങ്ങളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. UDF ഭരണത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കോൺഗ്രസിനുള്ളിലെ വിവിധ ഗ്രൂപ്പുകൾ സജീവമായതിന്റെ തെളിവാണ് ഈ ഫ്ലെക്സ് ബോർഡ്. VD സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ തങ്ങളുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന ചർച്ച കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. ഇരിക്കൂർ മണ്ഡലത്തിൽ KC വേണുഗോപാൽ മത്സരരംഗത്തേക്ക് എത്തുമോ എന്ന ചർച്ച കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവമാണ്. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന വാർത്തകൾക്കിടയിൽ സതീശനെ പിന്തുണച്ച് കണ്ണൂരിൽ തന്നെ ബോർഡ് പ്രത്യക്ഷമായത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധിയായ KC വേണുഗോപാലിനേക്കാൾ സതീശന് താഴെത്തട്ടിൽ പിന്തുണയുണ്ടെന്ന് കാണിക്കാനുള്ള നീക്കമായി ഇതിനെ വിലയിരുത്താം. കണ്ണൂർ DCCക്കുള്ളിലും കോൺഗ്രസ് നേതൃത്വത്തിലും വലിയ ചർച്ചകൾക്കാണ് ഈ ബോർഡ് കാരണമായിരിക്കുന്നത്. ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഇത്തരമൊരു ബോർഡ് സ്ഥാപിച്ചത് അച്ചടക്ക ലംഘനമാണെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുമുണ്ട്. എന്നാൽ സതീശന്റെ മതേതര നിലപാടുകളും പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനവും അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സതീശനെ പിന്തുണയ്ക്കുന്ന സൂചനകൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ തന്നെ പരസ്യമായി രംഗത്ത് നിന്നത് I ഗ്രൂപ്പിനും ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർക്കും വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ വോട്ടെണ്ണലിന് പിന്നാലെ UDFൽ നടക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയ നാടകങ്ങളുടെ ട്രെയിലറാണ് കണ്ണൂരിലെ കൊട്ടൂർ വയലിൽ കണ്ടത്. മുഖ്യമന്ത്രി കസേരയ്ക്കായി സതീശനും വേണുഗോപാലും ചെന്നിത്തലയും തമ്മിലുള്ള മത്സരം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഈ ഫ്ലെക്സ് ബോർഡ് കേവലം ഒരു പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയുടെ വികാരം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ സുനാമിയുടെ സൂചന കൂടിയാണ്.